ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വലിയ സന്തോഷം ചെറിയ വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, കുളി കഴിഞ്ഞു, ചായകുടി കഴിഞ്ഞു. അപ്പോൾ റൂമിലേക്ക് വന്നപ്പോഴാണ് ഉമ്മ ജൂഹിക്കുട്ടീനെ താരാട്ടുപാട്ടൊക്കെ പാടിയിട്ട് ഉറക്കണം കണ്ടത്. അപ്പോൾ എന്നാൽ റൂഹിയുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ റൂഹി ഇവിടെ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ മൂത്തമ്മയും താരാട്ടുപാട്ട് പാടിയിട്ടാണ് തൊട്ടി ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇമ്മറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഉപ്പമ്മ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ദിക്കറെടുക്കുകയായിരുന്നു. അപ്പുറത്ത് എസമോള് നല്ല ഖുർആനോത്തായിരുന്നു. ഇന്നത്തെ വൈകുന്നേരത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ മന്തി ആയിരുന്നു. സ്പെഷ്യലിസ്റ്റ് നസീറത്താത്തയാണ്. അവളുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചിലവ് കുറഞ്ഞതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുമായുള്ള റെസിപ്പിയായി കാരണമാണ് ഒരുവിധ എല്ലാ പരിപാടിയിലും ഞങ്ങൾ ചിക്കൻ മന്തി ഉണ്ടാക്കാനുള്ള പ്ലാനിങ് വരുന്നത്. അപ്പോൾ അതിലേക്ക് ക്യാപ്സിക്കം, തക്കാളി, സവാള, മല്ലിച്ചപ്പ്, പിന്നെ ഓൾ സ്പൈസസ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. കൂടെ മാഗി ക്യൂബ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓരോ തരത്തിലായിരിക്കും പലരും മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എന്നിട്ട് നാരങ്ങ നീരൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ, മന്തിയുടെ പൊടി, അതേപോലെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല എടുക്കുന്നത്, വീഡിയോയുടെ ഭാഗമായിട്ട് ഞാനിത് ഉണ്ടാക്കണം കണ്ടപ്പോൾ എടുത്തതാണ്. അങ്ങനെ ഒരു അരമണിക്കൂർ അത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചിട്ട് അത് ഞങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇപ്പുറത്ത് ഒരു പാത്രത്തിൽ വെള്ളം, അതേപോലെ നെയ്യ്, ഉണക്കനാരങ്ങൊക്കെ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അരി ഇടും. ഇപ്പുറത്ത് മയോണൈസ് നസീറത്താത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സുർക്കയുടെ പകരം നാരങ്ങ നീരാണ്. അപ്പോൾ മയോണൈസ് ഒരുവിധം എല്ലാവർക്കും റെസിപ്പി അറിയാമല്ലോ. ഇമ്മ അതിലേക്ക് അരിയൊക്കെ ഇട്ട്, പിന്നെ അപ്പത്തി ഇവിടെ ചിക്കനൊക്കെ വെന്തുണ്ടായിരുന്നു. ഇമ്മ ഈ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിൽ നിന്ന് സീരിയൽ കാണാനൊന്ന് മുങ്ങി. പിന്നെ വേറൊരു കാര്യം ഞാൻ വിട്ടുപോയി. ഇന്ന് മന്തി ഉണ്ടാക്കാൻ സ്പെഷ്യലായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഷെമീറും സെഫിയും കുട്ടിയും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഷെമീറിൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് സെഫിയുടെയും ഡ്യൂട്ടി കഴിഞ്ഞ് അവർ കുറച്ച് ലേറ്റായി എത്തിയപ്പോൾ അപ്പോഴത്തെ മന്തി സെറ്റ് ചെയ്യുന്നുണ്ട്. അവർ വന്ന വർത്തമാനത്തിൻ്റെ ഇടയിൽ വേറെ വീഡിയോസും ഇത് സെറ്റ് ചെയ്യണമൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ. ഇപ്പോൾ ചിക്കനൊന്ന് റെഡി ആയതിന് ശേഷം അതിന് മുകളിൽ കൂടെ അരിയൊക്കെ ഇട്ടിട്ട് ചാർക്കോളൊക്കെ വെച്ചിട്ട് അടച്ചിടുകയാണ്. എന്നിട്ടൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് തുറന്നിട്ട് ഇത് മിക്സ് ആക്കുന്നത്. മെയ് 17 അർജുൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, സെക്കൻഡ് ബർത്ത്ഡേ. അപ്പോൾ വീട്ടിൽ നിന്ന് ഊഞ്ഞാൽ കൊണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറിയാണ് ഇപ്പമാനോട് അർജു ഇരുന്ന് ഷെയർ ചെയ്തിരുന്നത്. ഇനി നെക്സ്റ്റ് ഹാപ്പിനെസ് അനൗൺസ് ചെയ്യുന്നത് സെഫി ഒരു ഉമ്മച്ചി ആവാൻ പോവുകയാണ്, അർജു ഒരു കാക്കു ആവാൻ പോവുകയാണ്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു, 3-ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സ്കാനിങ് കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ റെഡി ആയിട്ട് എല്ലാവരും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ലേറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നവർ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.